വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ജസീം, സജികുമാർ. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? ഞാൻ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി, തട്ടത്തുമൻ, തിരുവനന്തപുരം ജില്ല. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ബെഡിന്റെ ബിസിനസ് ആണ്. ഓക്കെ, ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ ബിസിനസ് അവിടെയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇലക്ട്രീഷ്യൻ ആണ്. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾ രണ്ടും കുറെ നാളായോ ഈ മിമിക്കിങ്? ഞാനൊരു 12 കൊല്ലമായി. പിന്നെ 4 വർഷം വിട്ടു നിന്നു. കാരണം ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവരുടെയൊക്കെ പരിപാടി കണ്ടാണ് ഞാൻ മിമിക്രിയിലോട്ട് വന്നത്. കാരണം പഴയ 12 വർഷം മുമ്പുള്ള പ്രോഗ്രാമൊക്കെ കണ്ടാണ് ഞാൻ മിമിക്രിയിലോട്ട് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു കംബാക്ക് ആവട്ടെ. കുറെ നാളായി ചെയ്യുന്നു? ഒരു 5 വർഷമായിരുന്നു. 5 വർഷം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ആദ്യം തുടങ്ങുന്നത്? ഞാൻ തന്നെ തുടങ്ങാം. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ഞാൻ കഥ പറയുന്ന സിനിമയിലെ മമ്മൂക്കയുടെ വോയിസ്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചേർക്കുകയും മുന്നോട്ടുള്ള യാത്രയിൽ പ്രയോജനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണമുണ്ടാവും. കാതിൽ ചുമന്ന കല്ല് വെച്ച് കിടക്കനിട്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലും ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഞാൻ ഉച്ചയ്ക്ക് പച്ചവെള്ളമാണ് കുടിക്കുന്ന മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചൂറ്റുപാത്രം നിർത്തുന്ന എൻ്റെ ബാലൻ. സ്വന്തം ജീവിതത്തേക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്നു വലിയ ഉയരങ്ങളിലും എത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി എനിക്ക് മുടി വെട്ടി തന്നു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതുപോലായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ ഞാൻ മദ്രാസിലോട്ട് പോകുമ്പോൾ കാതിലെ കിടക്കനും വിട്ട് കാശുമാട്ടവർ എൻ്റെ മുന്നിലേക്ക് വന്നു. നിറകണ്ണോട് ഞാൻ ചോദിച്ചു, ബാല, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു? കുറച്ചും കൂടെ പറഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആ ഒരു ഫ്ലോയില്. ഓക്കെ, സജികുമാർ എന്താ ചെയ്യുന്നേ? ഞാൻ നമ്മുടെ ജയസൂര്യേട്ടൻ്റെ വോയിസാണ് ഇന്ന്. ഹായ്. ഓക്കെ, ചിലവർ കുറേ പ്രയത്നിക്കും, പക്ഷേ റിസൾട്ട് കിട്ടും മുമ്പേ അതൊരു വിട്ടുകളയും. അത് മേ ബി ചിലപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ എന്തു വന്നാലും ചിലവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനിടയില്ലേ, അതിൽ പെടുന്നവരാണ് ഞാൻ. എൻ്റെ വീട്ടിലോ വലിയ സാമ്പത്തിക സ്ഥിതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ അപ്പൻ അംബാനിയൊന്നല്ലായിരുന്നു. അടുത്തത് ബിഗ് ബി എന്ന സിനിമയിലെ ജാഫർക്കാട് വോയിസ്. ഓക്കെ, ബിഗ് ബിയിലെ. ഓക്കെ, ടീച്ചറിൻ്റെ കാര്യത്തിലേക്കാ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിൻ്റെ ആയിരുന്നു ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനല്ലിക്ക, പിള്ളേരൊക്കെ പറയുന്നത് പള്ളിയോടെ വർഷപ്പെടുന്ന സേവയില്ലേ, അവന് പറയട്ടേടാ. പകരം എൻ്റെ അനുജൊരു ഹറാം പറപ്പുണ്ട്, ഫിലിപ്സ്. അവനും അവൻ്റെ കമ്പനിയിലും അറിയാതെ ഒരു പണിയും നടക്കില്ലക്ക. ജാഫർഖാൻ ഏറ്റവും അടുത്തറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. നെക്സ്റ്റ് ആരാണ്? കലാഭവൻ പ്രചോദന വോയിസാണ്. നസീർക്ക, നമ്മളൊക്കെ പണ്ടൊക്കെ ഈ സ്റ്റേജുകളിലൊക്കെ മിമിക്രികളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കൈകൊണ്ടുള്ള പ്രോത്സാഹനം മാത്രമല്ല, കൈകൊണ്ടുള്ള ഇടികളും മടികളും വരെ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അന്ന് ഈ പണി നിർത്തിയായിരുന്നെങ്കിൽ വേറെ ഒന്നുമല്ല, ഇന്ന് എങ്ങും എത്തില്ല എന്നുള്ളതാണ്. അപ്പം എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതും, ഇല്ലെങ്കിൽ ഒരു തേങ്ങയിലും എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതിനും ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ. അടുത്തതാരാണ്? അടുത്തത് ടിനിച്ചേട്ടൻ്റെ ഒരു ലൈവ് വോയിസ് ആണ്. ഓക്കെ, ഇമോഷണൽ അല്ല. അപ്പോൾ ടിനിച്ചേട്ടൻ്റെ വോയിസ്. ഓക്കെ. നമസ്കാരം, ഞാൻ ടിനിറ്റോമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കോമഡി മാസ്റ്ററിൽ വരാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അതിനുപരിയായിട്ട് പറയുകയാണെങ്കിൽ എന്നെ ജഡ്ജ്മെൻ്റായിട്ട് വിളിച്ചിട്ടില്ല. അതിലെനിക്ക് സങ്കടമില്ല. കാരണം ഈ കോമഡി മാസ്റ്ററിൽ നല്ല ഉയരങ്ങളിൽ എത്തുന്നുണ്ട്. അതെനിക്ക് മാത്രമുള്ള സന്തോഷം മാത്രം മതി. ഓക്കെ, താങ്ക് യു. യെസ്, നെക്സ്റ്റ് വൺ ആരാണ്? കഴിഞ്ഞു. അതന്നെയാണ് പറയാനുള്ളത്. യെസ്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ റെഡിയാണോ കേൾക്കാൻ? തീർച്ചയായിട്ടും. റെഡിയാണ്. ഓക്കെ, അത് മതി, അതാണ് കോൺഫിഡൻസ്. രണ്ടുപേരും നിങ്ങൾ ശ്രമിച്ച ശബ്ദങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. നിങ്ങൾ ഈ അടുത്ത കാലത്ത് സ്റ്റേജ് ഷോസ് കുറെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളേ? ഇല്ല. അല്ല, കോവിഡിന് ശേഷം ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. ഇല്ല. അപ്പൊ അതിന്റെ ഒരു അങ്കലാപ്പ് രണ്ടുപേരും മുഖത്തുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത ശബ്ദങ്ങളൊക്കെ കൃത്യമാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തോ ഒരു സംശയം കിടപ്പുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ വന്ന് 3 വർഷത്തിന് ശേഷമാണ് ഒരു എന്തിനാ പേടിക്കുന്നത്? ചെറിയ ടെൻഷൻ ഉണ്ട്. വലിയ ടെൻഷൻ അല്ല,
ചെറിയൊരു ആ ടെൻഷൻ വേണ്ട, ആ ടെൻഷൻ കാരണം എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്നപ്പോൾ മമ്മൂക്കയുടെ ശബ്ദമൊക്കെ നല്ല കറക്റ്റായിട്ട് വളരെ ലൈഫായിട്ടുള്ള ഫീല് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ജയസൂര്യയുടെ ശബ്ദത്തിന് ഓക്കെയാണ്, ജയസൂര്യയുടെ ശൈലി കറക്റ്റാണ്, പക്ഷെ ശബ്ദം കുറച്ച് ബേസ് വേണം. ഓക്കെ, തീർച്ചയായിട്ടും കുറച്ചുകൂടി ബേസുള്ള ശബ്ദമാണ് ജയസൂര്യയുടെ. അപ്പോൾ അങ്ങനെ അത് കോൺഫിഡൻസ് സ്റ്റേജിൽ കാണിക്കാത്തതിൻ്റെയാണ് ആ ഇത് കിട്ടാത്തത്, ആ ബലം കിട്ടാത്തത്. തീർച്ചയായിട്ടും ഇനി എന്തായാലും നല്ല മുന്നോട്ട് പോകും. നല്ല ധൈര്യത്തോടുകൂടി ചെയ്യുക, അപ്പോൾ എല്ലാം ശരിയാവും. ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇനി ഭാവിയിൽ അടുത്ത ദിവസങ്ങൾ ഇവിടെ വന്നിരിക്കാൻ നേരത്ത് നമ്മൾ ഞെട്ടിക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു ഇക്ക. ഷാഫിക്ക? ഞെട്ടിക്കണമെന്ന് പറയുമ്പോൾ പടക്കം ഇട്ട് വരുന്നു. ഓരോ ഐറ്റം കഴിയുമ്പോഴും ഒരു പടക്കം. എന്താ ഈ പറഞ്ഞ പോലെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഇത് അതൊക്കെ കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ, പ്രാക്ടീസ് കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. എനിക്ക് ടിനി ടോമിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ടിനി ടോമിൻ്റെ ശബ്ദം നല്ല പ്രസൻറ്റേഷൻ നല്ല ഇതായിട്ട് തോന്നി. പിന്നെ ഈ ആദ്യത്തെ മമ്മൂക്കാരുടെയും ആ ഫീലൊക്കെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പം നെക്സ്റ്റ് ടൈം നാദർഷ പറഞ്ഞ പോലെ ഞെട്ടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇക്ക. താങ്ക് യു. നസീർക്ക? രണ്ടുപേരുടെയും ശബ്ദമുണ്ട്, ശൈലിയാണ്. അതായത് ഓരോ താരങ്ങളുടെയും അവർ എന്താ പറയുക, ഡയലോഗ് റെൻഡർ ചെയ്യുന്നതിൻ്റെ അകത്ത് അവരുടെ ഒരു ശൈലിയുണ്ട്. എവിടെ മുറിക്കല, നിർത്തല, ചില നീട്ടലും കുറുക്കലൊക്കെ ഉണ്ട്. അത് റെഡി ആയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇയാളാണെന്ന് തോന്നും. അത് മിമിക്രിക്കകത്തുള്ള ഒരു ടെക്നിക്കാണത്. ശൈലി ആദ്യം പിടിക്കുക എന്നുള്ളതാണ്. നല്ല വോയിസാണ് ഒന്നാമത് കാര്യം. മമ്മൂക്കയുടെയൊക്കെ വോയിസ് അത്ര നേരം, പ്രത്യേകിച്ച് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ആ സിനിമയിലെ ക്ലൈമാക്സ് അത്രയും ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ് ആ സീൻ. അത് പറഞ്ഞിപ്പിക്കുക എന്ന് പറയണത് ഞാനൊന്നും ചിന്തിക്കാൻ, എനിക്ക് പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഡയലോഗാണ്. അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ചില സമയത്ത് വോയിസ് അങ്ങ് അകത്ത് പോകുന്നു, വല്ലാതെ അങ്ങ് വല്ലാണ്ട് അങ്ങ് അകത്ത് പോകുമ്പോൾ ചിലത് നമുക്ക് കിട്ടാതെ പോലെ, പുറത്തേക്ക് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് ചില സമയത്ത്. അത് അങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ മൊത്തത്തിൽ ഒരു അതിലാ കിടക്കുന്നത്. ഒരു ആറ്റുകാൽ രാധാകൃഷ്ണൻ, ഒരു ബാബു നമ്പൂതിരി, അതിലാ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നണേ വേറൊരു കാര്യം കൂടി പറയാം. ചില ശബ്ദങ്ങൾ ഈ നസീറൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ പല ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ജയറാമേട്ടൻ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവർ ചില ശബ്ദങ്ങൾ ചെയ്യാൻ നേരത്ത് മൈക്കൊന്ന് മുകളിലേക്ക് പൊക്കിയിട്ട് മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ചില ഇതിനകത്ത് ഇവിടെ കുറച്ച് താഴ്ത്തും. ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ ഇവരുടെ പരിപാടി ഉണ്ട്. ഇതൊന്നും ഇവർ പറഞ്ഞു തരില്ല, ഒരിക്കലും പറഞ്ഞു തരില്ല. വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇവരെയൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത്. അതോടുകൂടി തന്നെ നമ്മുടെ അത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു നോട്ടം വിത്ത് മൈക്കായിട്ട് പ്രാക്ടീസ് ചെയ്യേ. കാരണം അത് ഇത്ര നേരമായിട്ട് ഞാൻ വിചാരിച്ച അവൻ പറയുമെന്ന് വിചാരിച്ചു, അതൊക്കെ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. അവൻ പറയാത്തതിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്. അല്ല, നസീർ അങ്ങനെ ഏത് ശബ്ദം എടുക്കുമ്പോഴാണ് മൈക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ. MS തൃപ്പൂണിത്തറ അതുപോലെ ഉള്ള ഭയങ്കര ലൗഡായിട്ടുള്ള വോയിസ് ഉണ്ടല്ലോ. അപ്പോൾ MS ഏട്ടനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും മൈക്ക് അടുത്ത് പിടിച്ച് പറഞ്ഞാൽ ഫസ്റ്റിന് ഗുരുവായൂരപ്പ അത്രയും പിച്ചിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മൈക്ക് അവിടെ ഗുരുവായൂരപ്പ പ്രേമേന്ദ്രനല്ലേ തന്നെ ഇവിടെ വെച്ച് കാണുമോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വോയിസ് ആയിരിക്കും. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടാകും, മുഴുവൻ പറഞ്ഞു തരുന്നില്ല. ടെക്നിക്ക് പഠിക്കണം. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.